Any clue after the And we have absolutely no communication. മന്ത്രി എ കെ ശശീന്ദ്രന്റെ വാക്കുകളാണ് കേട്ടത്. ഇപ്പോൾ കളക്ടർ സംസാരിക്കുന്നുണ്ട്, അതിലേക്ക്. We'll give you an update. As of now, the update that you've got is they have searched the 3 points there, and they've found only boulders and muds. They have not found the vehicle. So they're trying to go here to the closer to the shore. The other point they're trying to do. Once they come, we'll give you an update. If this operation fail, what is the plan B? Let them come. So I don't know what they have seen. What is there inside? So let them. We'll have to take an update. We'll do a meeting and let you know. Okay. Thank you. എല്ലാവർക്കും നന്ദി. മന്ത്രിയും കളക്ടറുമാണ് ഇപ്പോൾ സംസാരിച്ചത്. പല കാര്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ടും അവിടെ ഇപ്പോഴും നടപടികൾ മുന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. 5 തവണ ഡൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കാര്യമായ ഒരു ഫലം ഇതുവരെയും ഉണ്ടായിട്ടില്ല. വെള്ളത്തിനടിയിൽ സീറോ വിസിബിലിറ്റിയാണ്, ശക്തമായ ഒഴുക്കുണ്ട് എന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. കെ ബി ശ്രീധരൻ തുടരുന്നുണ്ട്. ശ്രീധരൻ, ഇപ്പോൾ കളക്ടറോട് ചോദിച്ചതുപോലെ ഇത്രയും തവണ മുങ്ങി, പക്ഷേ കാര്യമായിട്ടുള്ള ഫലം ഉണ്ടായിട്ടില്ല. അത് തന്നെ വീണ്ടും തുടർന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഇനിയും മുന്നിലേക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാകുമോ? 6 തവണ ഡൈവ് നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 6ാമത്തെ തവണ താഴേക്ക് മുങ്ങൽ വിദഗ്ധർ പോയിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ അല്പസമയത്തിന് അതിന്റെ അപ്ഡേഷൻ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും അതിനുശേഷം താഴെ പോയി മുങ്ങിയ ആൾ മുകളിലേക്ക് വന്നിട്ടുമുണ്ട്. നിലവിലേതായാലും ആശാവഹമായിട്ടുള്ള ഒരു പുരോഗതി കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം നിലവിലെ അവസ്ഥ വെച്ച് മനസ്സിലാക്കാൻ. ഏതായാലും പുഴയിലെ നമ്മൾ കണ്ട ഇന്ന് രാവിലെ മേജർ ജനറൽ ഇന്ദ്രപാലൻ നൽകിയ ആ സാന്നിധ്യങ്ങളുള്ള ആ പ്രദേശങ്ങളിൽ എല്ലാം തന്നെ തിരച്ചിൽ നടക്കുന്നുണ്ട്. ആദ്യം 132 മീറ്റർ എന്ന് പറയുന്ന സ്പോട്ട് നമ്പർ 4 അവിടെയാണ് വിശദമായിട്ടുള്ള പരിശോധന നടന്നത്. അതിന് ചുറ്റുമുള്ള മറ്റ് 3 ഇടങ്ങളിലും ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട്. ഏതായാലും ആ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ച്, ഈ മൺതിട്ടയോട് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ പരിശോധനകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 6 തവണ മുങ്ങി തപ്പിയെങ്കിലും ഇതുവരെ ആശാവഹമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വീണ്ടും അടുത്ത ഒരു ഡൈവിന് കൂടിയുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിൽ ഇന്ന് കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കൂടുതൽ സമയം തിരച്ചിൽ നടത്താനാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം 5 മണിക്ക് മുൻപേ തന്നെ തിരച്ചിൽ നിർത്തേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, നടുവിൽ, ഈ വള്ളങ്ങൾക്ക് നടുവിൽ ഒരാൾ മുങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാം. ഏതായാലും വീണ്ടും വീണ്ടും പരിശോധനകൾ നടത്താനാവുന്ന വിധം ആവുന്ന സമയം വരെ പരിശോധനകൾ നടത്താൻ തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം. കാലാവസ്ഥ അനുകൂലമാണ്, പക്ഷേ ഒഴുക്ക് ഇതുവരെ ഒരു അനുകൂല സ്ഥിതിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. നിലവിലേതായാലും പരിശോധനകളൊക്കെ ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ അല്പസമയം മുൻപ് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ സാധ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ജില്ലാ ഭരണകൂടം കാര്യമായിട്ടുള്ള നടപടികളൊക്കെ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഏതായാലും നടപടിക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നു. നിലവിൽ അവസ്ഥയനുസരിച്ച് ഈ 6 തവണ മുങ്ങൽ വിദഗ്ധർ ഇപ്പോൾ പുഴയിൽ മുങ്ങിയിട്ടുണ്ട്. 6 തവണയും ലഭ്യമായിട്ടുള്ള ഒരു നമുക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു റിസൾട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും നടപടികളെല്ലാം തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.